കൂട്ടുകാരെ, എല്ലാവർക്കും സ്ലോലി പെർഫെക്റ്റിൻ്റെ 5ാം ക്ലാസ്സിലൂടെയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 5ാം ക്ലാസ്സിലൂടെയുടെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടില്ലെങ്കിൽ ലാസ്റ്റ് സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ആമിക്കുട്ടി ചെയ്ത ഒരു പരീക്ഷണ വീഡിയോയുമായാണ് വന്നിരിക്കുന്നത്. മുമ്പും ഇതുപോലെ വിത്തിട്ട് 10 ദിവസം കൊണ്ട് ചെറുപയർ ചെടി വളർത്തിയ ഒരു പരീക്ഷണ വീഡിയോ 3ാം ക്ലാസ്സിലൂടെ എന്നൊരു സീരീസിലൂടെ ചെയ്തിരുന്നു. കൂടാതെ വേറെയും വീഡിയോസ് ചെയ്തിരുന്നേ, അതും ലാസ്റ്റ് സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. എന്നാൽ ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. EVS ടെക്സ്റ്റ് ബുക്കിലെ അതേ 4ാമത്തെ പാഠത്തിൽ പേജ് നമ്പർ 59-ൽ ലെറ്റ് us ഡു ദ എക്സ്പെരിമെൻറ്റ് എന്നൊരു ഹെഡിങ് കാണാം. അതിൽ പറഞ്ഞിരിക്കുന്നത് കുറച്ച് ചെറുപയർ വിത്തുകൾ ഒരു ഗ്ലാസ്സിലിട്ട് അതിന് മണ്ണ്, കാറ്റ്, വെള്ളം, സൂര്യപ്രകാശം ഒക്കെ നൽകുക. അതേപോലെ കുറച്ച് ചെറുപയർ വിത്തുകൾ 3 ഗ്ലാസ്സിലായി ഇട്ടിട്ട് മേൽപ്പറഞ്ഞ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം ഇതിൽ ഓരോന്നൊഴിവാക്കി നിക്ഷേപിക്കുക. വല്ലതും നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല എങ്കിൽ ചെയ്ത് കൊണ്ട് പറഞ്ഞു തരാം, വരൂ. പിന്നെ ഇത് 4 ദിവസത്തെ എക്സ്പെരിമെൻ്റ് ആണേ. ആദ്യം ഞങ്ങൾ 4 ചിരട്ട എടുത്ത് അതിൽ മണ്ണ് നിറച്ചു. 4 ചിരട്ട എടുക്കാൻ കാരണം ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പരീക്ഷണം കൂടി ചെയ്യുന്നുണ്ടേ. എന്നിട്ട് എല്ലാത്തിലും ചെറുപയർ വിത്തിട്ടു. ഒന്നിൽ കോൺ വിത്തും ഇട്ടു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു പരീക്ഷണം. ആ പരീക്ഷണം ഞാനിവിടെ പറയുന്നില്ലേ. എന്നിട്ട് 2 എണ്ണത്തിനും പിന്നെ കോൺ വിത്തിനും വെള്ളമൊഴിച്ചു. അപ്പോൾ ഇനിയുള്ള 4 ദിവസങ്ങളിൽ വെള്ളമൊഴിക്കാത്ത ചെറുപയർ വിത്തിന് വെള്ളമൊഴിക്കില്ല. കാരണം ഒരു വിത്തിന് വളരാൻ വെള്ളം ആവശ്യമാണോ എന്നറിയാനാണ് വെള്ളമൊഴിക്കാത്തത്. ഇനി ചെറുപയർ വിത്തിട്ട ഒരു ചിരട്ട സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്ത് വയ്ക്കുക. കാണുന്നുണ്ടോ? എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതും 4 ദിവസം സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിൽ ഇവിടെ ഇരിക്കട്ടെ. അത് എന്തിനാണ്? അതെ, ഒരു വിത്തിന് വളരാൻ സൂര്യപ്രകാശം ആവശ്യമാണോ എന്നറിയാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കുറച്ച് പഞ്ഞിയെടുത്ത് പാത്രത്തിലിട്ട് നേരത്തേതുപോലെ ചെറുപയർ വിത്ത് അതിൽ വിതറി കൊടുക്കുക. ഒരു വിത്തിന് വളരാൻ മണ്ണ് ആവശ്യമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മണ്ണിന് പകരം പഞ്ഞി ഇട്ടത്. അത് നന്നായി നനച്ചു കൊടുക്കുക. പിന്നെ ഒരു ചിരട്ടയിലെ ചെറുപയർ വിത്തിന് വെള്ളവും സൂര്യപ്രകാശവും മണ്ണും എല്ലാം കിട്ടുന്ന രീതിയിലും വയ്ക്കുന്നുണ്ടേ. ഒന്നാം ദിവസമായ ഇന്ന് എല്ലാം കിട്ടുന്ന ചെറുപയർ വിത്ത് ചെറുതായി പൊട്ടി വരുന്നുണ്ടേ. മണ്ണില്ലാത്ത ചെറുപയർ വിത്തിന് നന്നായി തന്നെ മുള വന്നിട്ടുണ്ട്. വെള്ളമൊഴിക്കാത്ത ചെറുപയർ വിത്ത് പാവം, ഒരനക്കവും സംഭവിച്ചിട്ടില്ല. സൂര്യപ്രകാശം കിട്ടാത്ത ചെറുപയർ വിത്തിനും ഒന്നും സംഭവിച്ചിട്ടില്ല. രണ്ടാമത്തെ ദിവസമായ ഇന്ന് എല്ലാം കിട്ടുന്ന ചെറുപയർ വിത്തിന് മുള വന്നിട്ടുണ്ട്. മണ്ണില്ലാത്ത ചെറുപയർ വിത്തിന് കുറച്ച് ഉഷാറും വെച്ചിട്ടുണ്ട്. വെള്ളം കിട്ടാത്ത ചെറുപയർ വിത്തിന് നോ ചേഞ്ച്. സൂര്യപ്രകാശം കിട്ടാത്ത ചെറുപയർ വിത്തിന് മുള വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസമായി ഇന്ന് എല്ലാം കിട്ടുന്ന ചെറുപയർ വിത്തിന് ചെറുതായി ഇലയൊക്കെ വന്നിട്ടുണ്ട്. മണ്ണില്ലാത്ത ചെറുപയർ വിത്തിൽ നന്നായി ഇല വന്നിട്ടുണ്ട്. വെള്ളമൊഴിക്കാത്ത ചെറുപയർ വിത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. സൂര്യപ്രകാശം കിട്ടാത്ത ചെറുപയർ വിത്ത് ചെറുതായി പൊന്തി വന്നിട്ടുണ്ട്. അങ്ങനെ 4ാമത്തെ ദിവസമായി ഇന്ന് എല്ലാം കിട്ടുന്ന ചെറുപയർ വിത്തിന് ഇലയൊക്കെ വന്നിട്ടുണ്ട്. മണ്ണില്ലാത്ത ചെറുപയർ വിത്തിന് നല്ല വലിയ ഇലയൊക്കെ വന്നിട്ടുണ്ട്.
വെള്ളമൊഴിക്കാത്ത ചെറുപയർ വിത്തിന് എപ്പോഴത്തെയും പോലെ ഒരു മാറ്റവുമില്ല. സൂര്യപ്രകാശം കിട്ടാത്ത ചെറുപയർ വിത്തിനും ഇലയൊക്കെ ചെറുതായി വന്നിട്ടുണ്ട്. അങ്ങനെ 5-ാമത്തെ ദിവസമായ ഇന്ന് ചെറുപയർ വിത്തിട്ട എല്ലാ ചിരട്ടകളും ഒരുമിച്ച് വെച്ച് നമുക്ക് അവ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇത് സൂര്യപ്രകാശം കിട്ടാതിരുന്ന ചെറുപയർ ചെടിയാണ്. ഇത് നന്നായി മുളച്ചു വന്നു. എന്നാൽ ഇതിൻ്റെ ഇലകൾക്ക് മഞ്ഞ കളറാണ് വന്നത്. സൂര്യപ്രകാശം കിട്ടാത്തത് മൂലമായിരിക്കും അല്ലേ? ഇത് മണ്ണില്ലാതെ വളർന്ന ചെറുപയർ വിത്താണ്. ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല. വെള്ളമൊഴിക്കാതെ വളരാത്ത ചെറുപയർ വിത്താണ് ഇത്. ഇതിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എല്ലാം ലഭിച്ച ചെറുപയർ ചെടി നന്നായി ഉഷാറായി വളർന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇലയ്ക്ക് നല്ല പച്ച കളറും ഒക്കെയുണ്ട്. അപ്പോൾ ഇതായിരുന്നു ആമിക്കുട്ടിയുടെ പരീക്ഷണം. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തു മനസ്സിലായി? സോയിൽ ഇല്ലാതെയും സൺലൈറ്റ് ഇല്ലാതെയും ഒരു വിത്ത് മുളച്ച് വളരും. എന്നാൽ വെള്ളമില്ലാതെ ഒരു വിത്തിനും മുളയ്ക്കാൻ സാധിക്കില്ല. അങ്ങനെ നല്ലൊരു പരീക്ഷണം ചെയ്തുകൊണ്ട് ആമിമോളുടെ 5-ാം ക്ലാസ്സിലൂടെ സീരീസ് ഇവിടെ അവസാനിക്കുന്നു. ആമിമോൾ ക്ലാസ്സിലേക്ക് അസൈൻമെൻറ്റും പ്രൊജക്റ്റും അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ അവൾ പ്രാപ്തയായിരിക്കുന്നു. ചെറിയ ക്ലാസ്സിലായിരുന്നപ്പോൾ അവളുടെ ഒപ്പം ഇരുന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അന്നവൾക്ക് ഞാനൊരു വഴി കാണിച്ചു കൊടുത്തു. ഇന്നവൾ ആ വഴിയിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു. അത്രയേ ഉള്ളൂ. കൂട്ടത്തിൽ ആമിക്കുട്ടി ചെയ്ത രസകരമായ വർക്കുകൾ ഞാൻ വീഡിയോ എടുത്തു വച്ചു. അത് ഇനി 5-ാം ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. നിങ്ങളുടെ ആസ്വാദന തലത്തിന് ഈ വീഡിയോയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ലെന്നറിയാം. എങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.